നന്ദി ദിനേശ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1617 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ANSS ഹോമിയോ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലായിരുന്ന രാമേന്ദ്ര സാറിന്റെ നിര്യാണത്തിന് ഒരു നിമിഷം അനുശോചനം അറിയിക്കാൻ ഒരു നിമിഷം മൗനപ്രാർത്ഥന. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങള്, പതക് റെപ്പർട്ടറി ഒരു പഠനം എന്ന വിഷയത്തില് ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. കേൾക്കാമോ? കേൾക്കാം. എന്നെ ഇതിലോട്ട് ക്ഷണിച്ച IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് മോഡറേറ്റർമാർക്കും അതുപോലെ ഇതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ കോർഡിനേറ്റർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എന്നെ ഇത്രയും വളരാൻ അനുവദിച്ച എല്ലാ എൻ്റെ ടീച്ചർമാർക്കും, അതുപോലെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമെല്ലാമായ ഡോക്ടർ ക്രിസ്ത്യൻ പട്രിക് സാമുകന്മാനും, അതുപോലെ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വെൽവിഷേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കൂപ്പുകൈ. പിന്നെ ഇന്നത്തെ വിഷയം നമ്മുടെ റെപ്പാർട്ടറിയെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് പാതക്കിൻ്റെ റെപ്പാർട്ടറിയെ കുറിച്ചാണ്, SR പാതക്. പക്ഷേ അതിനു മുമ്പ് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് ഞാൻ ഓടിച്ചു കുറേ കാര്യങ്ങൾ പറയാം. ആദ്യമേ നമ്മളൊരു പേഷ്യൻറ്റിനെ ആദ്യം കേസ് ടേക്കിംഗ് ആണ്. അത് ഹനുമാന്റെ കാലത്ത് തൊട്ട് കേസ് ടേക്കിങ്ങും അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതായത് നമുക്കറിയാം, ഹനുമാൻ 1796 ഹോമിയോപ്പതി കണ്ടുപിടിച്ചത് മുതൽ പല പല പ്രതിബന്ധങ്ങളും പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മൾ മുന്നോട്ട് വന്ന് ഇപ്പോഴും അത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഇവിടെ ഹോമിയോപ്പതി നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം പൊതുജനങ്ങൾക്കും സാമാന്യ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ സോകോൾഡ് ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സിസ്റ്റംസിനും പോയിട്ട് കുറയാതെ വരുന്ന എല്ലാ രോഗങ്ങളും പലപ്പോഴും നമ്മുടെ ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് തീർത്തും മാറ്റുവാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഹോമിയോപ്പതി ഇത്രയും കാലം നിലനിന്നത്. അതുപോലെ തന്നെ ഹനുമാൻ ഏകദേശം 89 മെഡിസിൻ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, ഏതായാലും 89 മെഡിസിൻ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പലരും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹെറിങ് കണ്ടുപിടിച്ചു. അങ്ങനെ അവസാനം ഈ കണ്ടുപിടിച്ചവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഓർക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പം ആദ്യമായിട്ട് ഈ റെപ്പർട്ടറിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയതും അതിനെക്കുറിച്ച് ആദ്യ റെപ്പർട്ടറിയും ഡോക്ടർ ബോണിംഗ്ഹസൻ്റെതാണ്. അദ്ദേഹമാണ് ഹനുമാന്റെ കാലത്ത് തന്നെ, അതായത് 1830 തൊട്ട് ഹനുമാനും ഡോക്ടർ ബോണിംഗ്ഹസനുമായിട്ട് ഒരു വലിയ ഒരു ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും വളരെയധികം, സത്യത്തിൽ ഡോക്ടർ ബോണിംഗ്ഹസൻ ഒരു ലോയറായിരുന്നു. പക്ഷേ ഹോമിയോപ്പതിയോടുള്ള താല്പര്യം ഒരു പ്രാവശ്യം അദ്ദേഹം TB സഫർ ചെയ്യുകയും, അതായത് 1827 അദ്ദേഹം TB സഫർ ചെയ്യുകയും ആ കാലഘട്ടത്തിൽ ഹോമിയോപ്പതി പൾസാറ്റില മരുന്നുകൊണ്ട് കുറയുകയും ചെയ്തു. അങ്ങനെയാണ് ഡോക്ടർ ബോണിംഗ്ഹസൻ അവസാനം ഹോമിയോപ്പതി പഠിക്കുകയും അതിൽ അങ്ങേയറ്റത്തെ പ്രാഗൽഭ്യം നേടുകയും പല സ്ഥലങ്ങളിലും, അതായത് അമേരിക്ക, ഹോളണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ഫ്രാൻസ് മുതലായ രാജ്യങ്ങളിൽ വരെ
ബോണിംഗസന്റെ പേര് വളരെ പ്രശസ്തമായിരുന്നു. അവിടെ നിന്നെല്ലാം രോഗികൾ ബോണിംഗസിന്, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരു സെലക്ട് യുവർ റെമഡി എഴുതിയ ആള് ബിശംബർദാസ് ഹോമിയോപ്പതി ബുക്കിൽ നിന്ന് പഠിച്ചതാണ്, അല്ലാതെ എങ്ങും പോയി ഒരു കോളേജിൽ പോയി പഠിച്ചില്ല. അങ്ങനെ ഹോമിയോപ്പതിക്ക് ഒരുപാട് സംഭാവനകൾ ഹോമിയോപ്പതിക്കാരല്ലാത്തവരും നൽകിയിട്ടുണ്ട്. അത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യത്തെ റെപ്പാർട്ടറി ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. പിന്നെ നമുക്ക് എന്തിനാണ് ഒരു റെപ്പാർട്ടറി എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. ഇതൊരു റെഫറൻസ് ബുക്കാണ്. അതിൻ്റെ അകത്ത് അത് നമ്മൾ കേസ് അനലൈസ് ചെയ്ത് എവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു സംശയം തോന്നാം, ഈ മരുന്നാണോ ആ മരുന്നാണോ. ചിലപ്പോൾ രണ്ടോ മൂന്നോ മെഡിസിൻ നമുക്ക് സംശയം തോന്നാം. അതായത് നമ്മൾ രോഗത്തെയല്ല ചികിത്സിക്കുന്നത്, രോഗിയാണ്. ആ രോഗി പല പല കോംപ്ലക്സ് ഡിസീസും വന്നു കഴിയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം കോംപ്ലിക്കേറ്റഡ് കേസസിൽ നമുക്ക് സംശയം വരുമ്പോൾ ഏത് മരുന്നാണ് എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാകാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ തന്നെ ഒരു ഡയലാമയിലാകുന്ന സമയത്ത് കേസുകൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അത് അനലൈസ് ആൻഡ് എവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല ക്വാളിറ്റേറ്റീവ് സിംറ്റംസ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് എവാലുവേറ്റ് ചെയ്ത് അതിനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് 5 to 10 or 10 or 15 മെഡിസിൻസ് കിട്ടും. അതിൽ നിന്നകത്ത് നമ്മൾ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ സക്സസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും പലതരത്തിലുള്ള റെപ്പാർട്ടറികൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കമ്പ്യൂട്ടറൈസ് ആയി അങ്ങനെ പലതുമായി, അതിലോട്ടൊക്കെ വരാം. രണ്ടാമത്തെ, പൊതുവായിട്ട് എല്ലാ സയൻസും സിംറ്റംസും നമുക്ക് ചിലപ്പം പല മരുന്നിൻ്റെയും ക്രോണിക് ഡിസീസിൽ പ്രത്യേകിച്ച് ഒരുപോലെ തോന്നാം. അങ്ങനെയുള്ള ക്രോണിക് ഡിസീസിൽ നമുക്ക് അത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ റെപ്പർട്ടറൈസേഷൻ തന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതായത് നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ചപ്പോൾ, അതായത് ഞാനൊക്കെ പഠിപ്പിക്കുന്ന കാലം, ഞാൻ 1971-75 ബാച്ചാണ് ആദിവാസം ഹോമിയോപ്പതി. അന്നത്തെ കാലത്ത് ഒരു പീരീഡ് അല്ല 2 പീരീഡ് ഇങ്ങനെ റെപ്പാർട്ടറി ഉണ്ടെന്നുള്ളതല്ലാതെ എന്നെ കൂടുതൽ അറിയാവുന്നവർക്ക് എൻ്റെ റെപ്പാർട്ടറിയെ കുറിച്ച് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. അപ്പം ഇതൊന്നും ഇല്ലാതെയും ഹനുമാൻ്റെ കാലത്ത് മുതൽ ഞാൻ കൽക്കട്ടായി ഇങ്ങനെയുള്ള ഡോക്ടർമാരൊക്കെ മെറ്റിയാമെഡിക്ക നോളജ് കൊണ്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. മെറ്റിയാമെഡിക്ക നോളജ് അത്യാവശ്യം തന്നെയാണ്. അതില്ലാതെ ഒരിക്കലും നമുക്ക് ഇതൊരു ടൂൾ എന്നുള്ളതാണ് പ്രധാനം. അതിലോട്ട് റീച്ച് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഇത്. പറയുമ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദി ആർട്ട് ഓഫ് കേസ് ടേക്കിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഒരു കേസ് എടുക്കുന്നത് അതാണ് അതിൻ്റെ അകത്ത് പ്രധാനം. നമ്മളെല്ലാവരും കേസ് എടുക്കുന്നുണ്ട്. പക്ഷേ ചിലർ ഞാൻ ഈയിടെ ഒരു ഡോക്ടറുടെ കേസ് ടേക്കിംഗ് കണ്ടു. മാക്ര കീക്ര കൂക്ര എന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് അത് എനിക്ക് അയച്ചു തന്നിരിക്കുക. ഞാനങ്ങ് കണ്ടമാനം ഇതായിപ്പോയി. ഇങ്ങനെയൊക്കെയാണോ കേസ് എടുക്കുന്നത്? നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് കേസ്, നമ്മൾ പ്രൈമറി ഇൻഫർമേഷൻ എടുത്തു, അത് കഴിഞ്ഞ് പ്രസൻറ്റ് ഇൽനെസ് എടുത്തു, അത് പ്രസൻറ്റ് ഇൽനെസ് 1, 2, 3, അത് സെൻസേഷൻ ലൊക്കേഷൻ. ഞാൻ ഓടിച്ചു പോകുന്നേ ഉള്ളൂ. കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല. കാരണം ഇവിടെ റെപ്പാർട്ടറിയാണ് സബ്ജക്റ്റ്. അതിൽ പ്രത്യേകിച്ച് പാതക് റെപ്പാർട്ടറിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എങ്കിലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കേസ് ടേക്കിംഗ് ശരിയായില്ല. കേസ് ടേക്കിംഗ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ അടിത്തറ തന്നെ കേസ് ടേക്കിംഗ് ആണ്. കേസ് ടേക്കിംഗ് ശരിയല്ല, ഇനി എന്നാ റെപ്പർട്ടറൈസ് ചെയ്താലും എത്ര മിടുക്കനാണെങ്കിലും കേസ് ടേക്കിംഗ് ശരിയല്ല, ഒരിക്കലും നമ്മളൊരു ടോട്ടാലിറ്റിയിലോ ഒരു നല്ലൊരു മെഡിസിനോ കണ്ടെത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് കേസ് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെയാണ് റെപ്പർട്ടൈസേഷൻ.
പിന്നെ അതിനെക്കുറിച്ച് പറയാം. ആദ്യം കേസ് ടേക്കിംഗ് പ്രസന്റ് കംപ്ലൈന്റ് എടുത്തു. അതിൻ്റെ അകത്ത് സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കോൺകോമറ്റന്റ്, റയർ ആൻഡ് കോമൺ പെക്യൂലിയർ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഇത് ജനറൽ സിംറ്റം, അതുപോലെ തന്നെ റയർ ആൻഡ് കോമൺ പെക്യൂലിയർ സിംറ്റം, അതൊക്കെ കേസ് ടേക്കിങ്ങിൽ തന്നെ വേണം. അതുപോലെ പർട്ടിക്കുലർ സിംറ്റം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ക്രേവിങ്സ്, അവേർഷൻ, അതുപോലെ പെർമറ്റ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നോക്കി വേണം നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കാൻ. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോളജ് ഓഫ് റെപ്പർട്ടറി ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ്. ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെയാണ്. ഇറ്റ്സ് കൺസ്ട്രക്ഷൻ, ഇറ്റ്സ് ലിമിറ്റേഷൻസ്, ഇറ്റ് അഡോപ്റ്റബിലിറ്റി, ഇന്റലിജന്റ് യൂസ് ഓഫ് ദി റെപ്പർട്ടറി will give a good result. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കുറച്ച് ടോട്ടാലിറ്റി ഓഫ് സിംറ്റം അല്ല, കുറച്ച് നമ്പർ ഓഫ് സിംറ്റംസ് കളക്ട് ചെയ്തുകൊണ്ടായില്ല. നമ്മൾ രോഗിയുടെ പ്രാധാന്യങ്ങൾ അനുസരിച്ച് പ്രധാനപ്പെട്ട സിംറ്റം നമുക്ക് വേണ്ടിയത് ഈ റയർ ആൻഡ് കോമണും അതുപോലെ തന്നെ കോമൺ സിംറ്റംസും ഒക്കെയാണ്. അതായത് പർട്ടിക്കുലർ സിംറ്റം, അതായത് എനിക്ക് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്ക് ചൂട് തോന്നുന്നു, എനിക്ക് തണുപ്പ് തോന്നുന്നു, എനിക്ക് ഇന്നതാണ് ഇഷ്ടം, എനിക്ക് ഡിസയർ, അവേർഷൻ, അങ്ങനെയുള്ളതൊക്കെ എനിക്കെന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻ്റേതുള്ളതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അത് പർട്ടിക്കുലറിലോട്ട് വരും. ഇതൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് വരുമ്പം പറയാനുള്ളത്. അപ്പം അതുകൊണ്ടാണ് റെപ്പർട്ടറി യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. റെപ്പർട്ടറിക്കകത്ത് ആകുമ്പോൾ നമ്മൾ അത് പലതരത്തിലുള്ള റെപ്പർട്ടറി ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബോണിഗസൻ്റെ, പിന്നെ കെൻറ്റിൻ്റെ, പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം ബോറിക്കിൻ്റെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ കാണുന്നത് കൂടുതലും ഇപ്പം റഡാർ വരെയായി. അതിനോടിടയ്ക്ക് പല റെപ്പർട്ടറികളുണ്ട്. കെൻറ്റിൻ്റെ റെപ്പർട്ടറി, പിന്നെ ഇത് നെയർ റെപ്പർട്ടറി, അതിനുശേഷം നെയർ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് സിന്തസിസ്, പിന്നെ കംപ്ലീറ്റ് റെപ്പർട്ടറി. ഇപ്പം റഡാറാണ് മിക്കവാറും പേര് ഉപയോഗിക്കുന്നത്. പലതും അതിന് മുമ്പുണ്ടായിരുന്നു. അത് ഒക്കെ കഴിഞ്ഞ് ഇപ്പം കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് റഡാറാണെന്ന് തോന്നുന്നു. എന്നാലും ഇന്നുള്ളവരെല്ലാം കൂടുതൽ വർഷത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു തേർഡ് ഇയർ ആകുമ്പം തൊട്ട്, തേർഡ് ഇയർ ഫോർത്ത് ഇയറിൽ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഫോർത്ത് ഇയർ തൊട്ട് റെപ്പർട്ടറൈസേഷൻ ഒരു പാർട്ടാണ്. അതിൻ്റെ അകത്ത് MD വരെയുണ്ട്. എത്ര റെപ്പർട്ടറി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏകദേശം 125 റെപ്പർട്ടറി ഉണ്ട്. ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ ബോണിഗസൻ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യം ബോണിഗസനാണ് റെപ്പർട്ടറി. അത് അതിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അത് ഞാൻ പിന്നീട് പറയാം. അപ്പം റെപ്പർട്ടറി ഇങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് കാർഡ് റെപ്പർട്ടറി ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പട്ടേലിൻ്റെ ഒരു സ്റ്റിക്ക് പോലെ ഒരെണ്ണത്തിൽ ഇങ്ങനെ വരച്ച് അതുണ്ടായിരുന്നു. അങ്ങനെ പല റീജിയണൽ റെപ്പർട്ടറികളുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരു 100-110 കൂടുതൽ, എത്രയാണെന്ന് N നമ്പർ ഓഫ് റെപ്പർട്ടറി ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ അതിലോട്ട് കൂടുതൽ വേണം. റീജിയണൽ റെപ്പർട്ടറി ഉണ്ട്. പലരും പല പാർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയാൽ ഒരുപാട് റെപ്പർട്ടറികളുണ്ട്. പക്ഷേ മെയിൻ ഇതൊക്കെയാണ് ഈ പറഞ്ഞ 5-6 റെപ്പർട്ടറികളാണ്, അല്ലെങ്കിൽ 6-7 റെപ്പർട്ടറികളാണ് പ്രധാനപ്പെട്ട. ഇപ്പം മിക്കവാറും പേരും കമ്പ്യൂട്ടറൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ആദ്യമായിട്ട് ഇതിൻ്റെ മുഖവരിയായിട്ട് പറയാനുള്ളത്. എന്നാലും നമുക്ക് ആദ്യം ഇപ്പം ബോണിഗസൻ്റെ റെപ്പർട്ടറിയെ കുറിച്ച് പറയാം. അതായത് ബോണിഗസൻ 1755 ജനിച്ചു. ഇതൊക്കെ ഇപ്പം ഹനുമാന്റെ കാര്യം പറയുന്നില്ല, കാരണം ഹനുമാന്റെ കാര്യം എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. അതുകൊണ്ടാണ് ഹനുമാനെ കുറിച്ച് പറയാതെ. പക്ഷേ ഹനുമാനെ കുറിച്ച് പറയാതെ ഹോമിയോപ്പതി ഇല്ല. എന്നാലും ഹനുമാന് ആണെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ വിഷമായിരുന്നപ്പം ബോണിഗസനുമായിട്ട് 1830 പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. പക്ഷേ ബോണിഗസൻ വളരെ സമർത്ഥനും വളരെ ഡെഡിക്കേറ്റഡുമായിട്ടുള്ള ഒരു ഡോക്ടറല്ല, ഒരു ലോയറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടി. അതായത് അന്നത്തെ കാലത്തെ രാജാവിൻ്റെ കയ്യിൽ നിന്നും, ഹോളണ്ടിൽ നിന്നും ലൈസൻസ് കിട്ടി. അദ്ദേഹം വളരെ നല്ലൊരു പ്രാക്ടീഷണറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോളണ്ട്
പിന്നെ ഹോളണ്ട്, ഫ്രാൻസ്, അമേരിക്ക മുതലായ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ കാണാനായിട്ട് ആൾക്കാർ എത്തിയിരുന്നു. അങ്ങനെയാണ് ആ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പിന്നാമ്പുറം നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം അത് കണ്ടുപിടിച്ചതിന് ശേഷം ജെയിംസ് ടൈലർ കെൻഡൽ രണ്ടാമത് റപ്പർട്ടി, അദ്ദേഹം ജനിച്ചത് 1849 അദ്ദേഹം MD പഠിച്ച് ഇത് പാസ്സായി കഴിഞ്ഞിട്ട്, ഹോമിയോപ്പതി പാസ്സായി കഴിഞ്ഞിട്ട് പല കോളേജുകളിലും പ്രൊഫസറും, ആദ്യം അനാട്ടമിയുടെ ആയിരുന്നു, പിന്നെ മെറ്റീരിയൽ പ്രൊഫസറായി, പിന്നെ പല പല പോസ്റ്റിലായി. പുള്ളി 1943 മരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫാണ് 1943 തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണ് കെന്റ് റെപ്പർട്ടറി പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് കെന്റിൻ്റെ ഇത് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഉപയോഗിച്ചിരുന്നത് നേരത്തെ കെന്റാണ്. കെന്റും ഈ പാദത്തിൻ്റെ റെപ്പർട്ടറിയാണ്. കെന്റ് റെപ്പർട്ടറി മിക്കവാറും പേർക്ക് അറിയാം. അതുകൊണ്ട് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന പാദക്ക് വളരെ ചുരുക്കം പേരുടെ, പക്ഷേ എനിക്കറിയാൻ മേലെ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പണ്ട് മുതലേ കെന്റ് റെപ്പർട്ടറിയും പാദക്ക് റെപ്പർട്ടറിയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ളതും വേറുള്ളത് കിട്ടാതെ വരുമ്പോൾ ഇപ്പം നേർ റെപ്പർട്ടറി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഗ്രേഡ് തിരിച്ച് വേണം എടുക്കാൻ. ഫസ്റ്റ് ഡൗസ് ആൻഡ് ഹെയ്റ്റ് എടുക്കണം, പിന്നെ ഡിസൈഡ്സ് ആൻഡ് അവേർഷൻ എടുക്കണം, ഇന്റലക്ച്വൽ മൈൻഡിന് ഇമ്പോർട്ടൻസ്, ബിലോങ്ങിങ് ടു ദി മെമ്മറി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇങ്ങനെയെല്ലാം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവസാനം ഒരു 5 to 10 റെമഡീസ് എടുക്കും. കേസ് ശരിക്ക് അനലൈസ് ചെയ്ത് റെപ്പർട്ടറി ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിസ്ചാർജ്, അതായത് കോൾഡ് ഹീറ്റ് എടുക്കണം, അതുപോലെ റെസ്റ്റ്, അമ്യൂണിറേഷൻ, നൈറ്റ് ഡേ, അങ്ങനെയുള്ളതെല്ലാം പ്രത്യേകിച്ച് എടുക്കുക. അതുപോലെ തന്നെ പർട്ടിക്കുലർ റീജിയൻ ഓഫ് ദി ബോഡി എടുക്കണം. പ്രത്യേകിച്ച് സൈഡ്, ലെഫ്റ്റ് സൈഡ് നമുക്ക് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. മുകളിൽ താഴോട്ട് പോവുക വേദന, മുകളിലോട്ട് പോവുക. അലോപ്പതിക്കാർ മറ്റുള്ള സിസ്റ്റത്തിനൊക്കെ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ്, അതിൻ്റെ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി എല്ലാം നോക്കുന്നത് നമ്മുടെ മാത്രമേ ഉള്ളൂ. ഇത്രയും കൃത്യമായിട്ട് നമുക്ക്. പക്ഷേ അത് രോഗികൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കുകയില്ല. നമ്മൾ എത്ര സമയം നമ്മൾ രോഗികളുടെ അടുത്ത് ചിലവാക്കുന്നോ അത്രയും സമയം നമുക്ക് ഈ സിംറ്റംസ് എല്ലാം കൂടുതൽ. അതുകൊണ്ട് കേസ് ടേക്കിംഗ് ഈസ് മോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രാധാന്യമാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യം പിന്നെ ഡിസ്ചാർജ്, അൾസർ, മെൻസസ്, ഇയേഴ്സ്, അതർ പാർട്സ്, വൈറ്റൽ ഓപ്പറേഷൻ, ഇതെല്ലാം പ്രത്യേകിച്ച്. മൊഡാലിറ്റി, അതായത് PQRS സിംറ്റം, കീനോട്ട് സിംറ്റംസ്, ഇതെല്ലാം പ്രത്യേകിച്ച് ഇതെല്ലാം ഹനുമാന് 153-ാമത്തെ പാരഗ്രാഫിൽ പെക്കൂലിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് സിംറ്റത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ സിംറ്റം, മെന്റൽ സയൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവേർഷൻ ടു കമ്പനി, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഡാർക്ക്നെസ്സിനെ കുറിച്ച് ആൻഡ് ഫിയർ. ഇത് ഗ്രേഡ് നമ്മൾ അതിനെ തിരിച്ചാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം തിരിച്ചിട്ട് ആണ് കെന്റ് റെപ്പർട്ടറിയിൽ. അതുപോലെ തന്നെ ഈ 1 മാർക്ക് 2 മാർക്ക് ആദ്യം എടുക്കുന്ന സിംറ്റംസ് എല്ലാം എടുത്തിട്ട് നമ്മൾ അതിനെ ഫസ്റ്റ് മാർക്ക്, സെക്കൻഡ് മാർക്ക്, തേർഡ് മാർക്ക് ആയിട്ട് തിരിക്കും. കെന്റിൽ 5 ഗ്രേഡേഷനാണ്. ഒന്ന്, അത് സിംറ്റംസിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മെഡിസിൻ റെപ്പർട്ടറിക്കകത്തും ഗ്രേഡേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഗ്രേഡ് തിക്ക് ലെറ്ററിലാണ്. അതിൻ്റെ അകത്ത് വളരെ തിക്കായിട്ടുള്ള ലെറ്റർ, നമുക്ക് 3 ഗ്രേഡ് സിംറ്റംസ് നമുക്കറിയാം. മറ്റേത് ഇറ്റാലിക്സിലാണ്, 2 മാർക്ക്. തേർഡ് മാർക്ക് സാധാരണ ഓർഡിനറി ലെറ്ററാണ്. അപ്പം അന്നേരം നമ്മൾ കേസ് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അല്ല എടുക്കേണ്ടത്, നോട്ട് ദി ഡിസീസ് സിംറ്റംസ്. പേഷ്യൻ്റ് പറയുമ്പോൾ ഡിസീസ് സിംറ്റം ആയിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ എടുക്കേണ്ടത്. ഡിസീസ് സിംറ്റംസിനെ കാട്ടി കൂടുതൽ എടുക്കേണ്ടത് രോഗിയുടെ പ്രത്യേകതകളാണ്. രോഗിക്ക് എന്ത് തിന്നുന്നു, അതായത് രോഗിയുടെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള ലക്ഷണമാണ്.
എടുക്കേണ്ടത്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പം ടൈഫോയിഡ് തന്നെ വന്നാൽ ടൈഫോയിഡിനകത്ത് ചിലർക്ക് ലൂസ് മോഷൻ ആയിരിക്കും, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അതും പലതരത്തിൽ കാണും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് സാധാരണ ഒരു ജോയിൻസ് പെയിൻ വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും അഗ്രവേഷൻ മൂവ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുക്കേണ്ടത് ബെറ്റർ ബൈ മൂവ്മെൻ്റ് എന്നുള്ളത് എടുത്താൽ അതിന് കൂടുതൽ മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പ്രത്യേകം ക്വാളിഫൈഡ് സിംറ്റംസ് ഇതിനെടുക്കാനാണ്. അതുപോലെ തന്നെ ഈ ചിൽ ആൻഡ് ഹോട്ട് അത് നമ്മൾ തെർമൽസ് എപ്പോഴും എടുത്തിരിക്കണം. ഇതൊക്കെയാണ് കെൻറ്റ് റെപ്പാർട്ടിയുടെ പ്രത്യേകതകൾ. ഇനി നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൂടുതലും അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പിന്നെ എടുക്കുന്നത് ബോറിക്കാണ്. ബോറിക്ക് പണ്ട് മുതലേ നമ്മളെല്ലാവരുടെയും ഹോമിയോപ്പതി ക്ലിനിക്ക് പണ്ട് മുതലേ കാണുന്ന ബോറിക്കിൻ്റെ ഒരു പുസ്തകം എല്ലായിടത്തും കാണുമെന്നായിരിക്കും. ന്യൂ എഡീഷൻ എടുക്കണം, മേടിക്കണം ഇടയ്ക്കിടയ്ക്ക്. കൂടുതൽ അഡീഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്, കൂടുതൽ ഇത് കാണും. പിന്നെ അതാണ് നമ്മൾ കൂടുതൽ റെഫർ ചെയ്യാറുള്ള വേറൊരു പുസ്തകമാണ് ബോറിക്ക്. ബോറിക്കിൻ്റെ റെപ്പർട്ടറി നമ്മൾ ബോറിക്കാണ് പിന്നെ കൂടുതൽ ഉപയോഗിക്കാറുള്ള വേറൊരു റെപ്പർട്ടറി. സാധാരണക്കാരെല്ലാം നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന ഒരു റെപ്പർട്ടറി ബോറിക്കാണ്. ബോറിക്ക് മെറ്റീരിയൽ അമേരിക്ക റെപ്പർട്ടറി അതാണ്. വില്യം ബോറിക്ക്. അദ്ദേഹം 1849 25 ഒക്ടോബറിന് ജനിച്ചത്. ഓസ്ട്രിയ എന്ന് പറയുന്ന കൺട്രിയിലാണ് ജനിച്ചത്. പിന്നെ അദ്ദേഹം ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1927 ആണ്. അതാണ് വേറൊരു റെപ്പർട്ടിയുടെ വേറൊരു ബുക്ക്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്നാണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ചെറുതായിട്ടൊരു കമ്പാരിസൺ. ഡീറ്റെയിൽസ് പോയാൽ ഒരെണ്ണം തന്നെ എടുക്കാൻ കൂടുതൽ കാണും, ഡീറ്റെയിൽസ് വേണം. അതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. പിന്നെ വന്നത് സിന്തറ്റിക് റെപ്പർട്ടിയാണ്. അത് കെൻറ്റും റെഡാർഡൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. 1906 അല്ല 1996 തെറ്റി, 1996 അത് പബ്ലിഷ് ചെയ്തത്. 1996 അത് ഡിറ്റക്റ്റീവ് ലോജിക് ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂമാർ ഇൻ ബെൽജിയം ആണത് പബ്ലിഷ് ചെയ്തത്. അത് റിസർച്ചേഴ്സിനും ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകൾക്കും ഒക്കെ വളരെയധികം പ്രയോജനപ്രദമായ ഒരു റെപ്പർട്ടറിയാണ് സിന്തസിസ് റെപ്പർട്ടറി. അത് കെൻറ്റിൻ്റെയും റെഡാർഡൂടെ സംയോജിപ്പിച്ചിറക്കിയ ഒരു റെപ്പർട്ടറിയാണ്. പിന്നെ ലാസ്റ്റ് വന്ന വേറൊരു റെപ്പർട്ടറിയാണ് കംപ്ലീറ്റ് റെപ്പർട്ടറി. അത് ഒരു ഓസ്ട്രിയൻ റോഗർ വാൻ സിൻട്രോ ഓറോട്ട് എന്ന് പറയുന്ന ആളാണ്. എനിക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കറിയാൻ മേല. ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു കംപ്ലീറ്റ് ഈ റഡാറിൻ്റെ ഇതനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഇതാണ്. അദ്ദേഹം ഉണ്ടാക്കിയാണ് മെയിൻലി കെൻറ്റ് റെപ്പർട്ടറി. കെൻറ്റ് റെപ്പർട്ടറിയിലുള്ള കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് കൂടുതൽ റൂബ്രിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതും പബ്ലിഷ് പ്രത്യേകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനിടയ്ക്ക് ക്നെയർ റെപ്പർട്ടറി ഉണ്ട്. ക്നെയർ റെപ്പർട്ടറി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഭാഗത്ത് ക്നെയർ റെപ്പർട്ടറി ഗൈഡിങ് സിംറ്റം, ഹെറിങ്ങിൻ്റെ ഗൈഡിങ് സിംറ്റം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു റെപ്പർട്ടറിയാണ്. പബ്ലിഷ്ഡ് ഇതെല്ലാം കൂടുതൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജെയിൻ പബ്ലിഷേഴ്സാണ്. അതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത, നമ്മുടെ
കൊല്ലങ്കോടുള്ള ഒരു ഡോക്ടർ, കൂടുതലും പുള്ളി ഡോക്ടറല്ല, പക്ഷേ ഹോമിയോപ്പതി ശരിക്കാരൻ കൂലങ്കഷമായിട്ട് പഠിപ്പിച്ച പി ശിവരാമൻ, ഇദ്ദേഹത്തെ എനിക്ക് ഒരു പ്രാവശ്യം പുട്ടപ്പുറത്തി ശ്രീ സായി ബാബായുടെ അവിടെ വെച്ച് കാണാനിടയായി. അദ്ദേഹമാണ് ഈ ഡെറാറിനെ ഹെൽപ്പ് ചെയ്തതും ഈ ജോർജ് വിതോൾക്കാസിനെ ഹെൽപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഈ ഗൈഡിങ് സിൻഡ്രോം ഈ കാൽവിൻ ബി കെന്നറെ നേർ പാർട്ടിക്ക് ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഇത്. കൂടുതലും പബ്ലിഷ് ചെയ്തത് 2006 നേർ റെപ്പാർട്ടറി വന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട റെപ്പാർട്ടറികൾ. ഇനി പലതുണ്ട്. റീജിയണൽ റെപ്പാർട്ടറി ഉണ്ട്, പല പല റെപ്പാർട്ടറി ഉണ്ട്, കാർഡ് റെപ്പാർട്ടറി ഉണ്ട്, പിന്നെ അങ്ങനെ പല പല റെപ്പാർട്ടറികളും വേറെ ഉണ്ട്. എല്ലാം കൂടെ 100-110 കൂടുതലും റെപ്പാർട്ടറികളുണ്ട്. ഇന്ന് റെപ്പാർട്ടറി ഒരു പ്രത്യേക വിഷയമാണ്. MD-ക്കൊക്കെ പ്രത്യേകം റെപ്പാർട്ടറൈസേഷൻ ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് അതിൽ MD ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് വരേണ്ടത്, നമുക്ക് കൂടുതൽ വരാനുള്ളത് ഇതിൻ്റെ അകത്തോട്ടാണ്. ഏതാ നമ്മുടെ പാദത്തിൻ്റെ റെപ്പാർട്ടറിയാണ്. SR പാടക്കാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പേര് എ കൺസൈസ് റെപ്പാർട്ടറി ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൽഫബറ്റിലി അറേഞ്ച്. ഇത് നേരത്തെയൊക്കെ ബാക്കിയുള്ള റെപ്പാർട്ടറികളിലെല്ലാം അവിടെ ഇവിടെയും ഇങ്ങനെ പല രീതിയിലാണ്. ഹെഡ് ടു നെക്ക്, ഇപ്പം കെൻറ്റ് റെപ്പാർട്ടറിയിലാണ് ഹെഡ് ടു ഫുഡ് വരെയുണ്ടത്, 92 ഫുഡ് വരെയുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എല്ലാം ABCD, നമ്മുടെ ഒരു ഡിക്ഷണറി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്ത് വളരെ ഒതുക്കത്തിലുള്ളതാണ്. ഒരു കുറഞ്ഞ പേജുകൾ മാത്രമേ ഉള്ളൂ, ഒത്തിരി ഇല്ല. എല്ലാവർക്കും കാണാൻ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ 15ാമത്തെ ഇതാണ് പാദത്ത് റെപ്പാർട്ടറി. ഡെയിലി റെഫർ ചെയ്ത് കീറിപ്പോയി കഴിയുമ്പോൾ പിന്നെ മേടിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം അധികം പേജുകളില്ല. ഒരു 460 പേജേ ഉള്ളൂ. അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത. ബാക്കിയുള്ള എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇത് എവിടെയും കച്ചത്തി വെച്ചുകൊണ്ടും പോകാം. അത്ര ഹാൻഡിയാണിത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അന്നേരം ഇതിൻ്റെ ആമുഖം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ ശരിയായി കണ്ടുപിടിക്കുന്നതിന് ഒരു കടയും നമ്മൾ പറയുമല്ലോ, ഹോമിയോപ്പതി ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ എല്ലാവരും കറി ഉണ്ടാക്കും, പക്ഷേ ചിലർ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മടുക്കത്തില്ല, എത്രയും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ മാതിരി ഇതൊരു ആർട്ടാണ്. ഇപ്പം നമ്മൾ ഒരു ടീച്ചർ തന്നെ, ഒരു ഡ്രോയിങ് മാസ്റ്റർ തന്നെ 10-25 സ്റ്റുഡൻസിനെ ഒരേ ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ചതിന് ശേഷം ഒരു ഫ്ലവറിങ് ക്ലാസ് എടുത്ത് മേശപ്പുറത്തെടുത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ പലര് വരച്ചാലും ഒരുപാട് ഇരിക്കത്തില്ല, ഡിഫറൻ്റ് ആയിരിക്കും. അവനവൻ്റെ കലയും കൂടെ അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കും. അവിടാണ് നമ്മുടെ ആർട്ട്. അതായത് പലരും പഠിച്ചത് ഒരുപാട് ആണെങ്കിലും അവനവൻ്റെ ഉള്ളിലുള്ള കലയും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക അഭിരുചി വേണം. അതുപോലെ ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റലിജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹോമിയോപ്പതിക്കാരനാകാം. അല്ലെ ചുമ്മാ 10 മരുന്നും മേടിച്ച് പാസ്സായി ഒരു ബോർഡും വെച്ച് കെട്ടിത്തൂക്കി അവിടെ പഴയ ബാർബർ ഷോപ്പ് പോലെ ഇരുന്നാലൊന്നും വരികയില്ല. പക്ഷെ റിസൾട്ട് വേണം. റിസൾട്ട് ഉണ്ടെങ്കിൽ ഇപ്പം എതിർക്കുന്ന ഹോമിയോപ്പതിക്കാര് രാത്രി തലയെ മുണ്ടു ഇട്ടോണ്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ക്യൂ നിൽക്കും. കാരണം അത് റിസൾട്ട് കൊടുക്കണം. റിസൾട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരില്ലെന്നല്ല, കുറേ പേരൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. നമ്മുടെ കേരളത്തിൽ 16,000 ഡോക്ടർമാർ കൂടുതലുണ്ടെങ്കിലും ശരിക്കും പ്രാക്ടീസ് ഉള്ളത് ഒരു 100-150 പേരിൽ കൂടുതലില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, അത്ര കൂടുതലില്ല. ശരിക്കും നല്ല പ്രാക്ടീസ് ഉള്ളത് ഒരു 50 പേരിൽ കൂടുതൽ പറയാനില്ല. കാരണം അവരുടെ അടുത്ത് എന്തുകൊണ്ട് അവർക്ക് പ്രാക്ടീസ്, ഈ നിയമങ്ങളും ഈ പല ഹോമിയോപ്പതിയെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞിട്ടും പ്രാക്ടീസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അവരുടെ ഡൈനാമിസമാണ്, അവരുടെ ഹാർഡ് വർക്കാണ്. അവർ ഹോമിയോപ്പതിയുടെ ആ ടെക്നിക്ക് എന്നാണെന്ന് അവർക്ക് കുട്ടൻസ് എന്നാണെന്ന് അവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ
വെട്ടുന്നവനും കളയ്ക്കുന്നവനും ഇവനെ എന്നാ ചെയ്യും? അവനൊരു ദിവസം കളച്ചില്ലേലേ ഉള്ളൂ ബുദ്ധിമുട്ട്. അതുപോലെ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനേലും ശരിക്ക് ചികിത്സിച്ചില്ലെങ്കിൽ, സത്യം പറയാം, ഒരു പേഷ്യൻ്റേലും ഒരു ദിവസം വന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല. അല്ലെ വേറെ ആരുടെയെങ്കിലും കേസ് റെഫറൻസ് തരും വേണം, അല്ലെങ്കിൽ ഉറക്കം വരികയില്ല. അതായിരിക്കും നമുക്ക് ഉറക്കം വരികയില്ല. അതാണ് രോഗി ചിലപ്പോൾ ഉറങ്ങിയാലും നമുക്ക് ഉറക്കം വരികയില്ല. അതുപോലെ ആയിരിക്കണം ഓരോരുത്തരെ. ഈ രോഗികൾ അവിടെ എത്രയോ ദൂരങ്ങളിൽ നിന്ന് വേണമെങ്കിലും എത്ര പൈസ മുടക്കാനും എത്ര നേരം വെയിറ്റ് ചെയ്യാനും നമ്മളെ കാണാനായിട്ട് അങ്ങനെയുള്ളവരാണ് ഇത് ഇന്ന് വരെ ഉള്ള ഈ ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം. അവരൊക്കെ തന്നെയാണ് നമുക്ക് മുമ്പിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഹോമിയോപ്പതിക്കാരെ. അവരെല്ലാം ഞാൻ ഉള്ളിൽ ഈ സമയത്തും സ്മരിക്കുന്നു. അവരുടെ കഠിന പ്രയത്നവും അവരുടെ ശ്രമവും അവരുടെ പാഠവുമാണ് ഇന്ന് നമുക്കിന്ന് ഇന്ന് വന്നിരിക്കുന്ന ഈ ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിന് കാരണം. ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാകാനുള്ള കാരണം, അതായത് ഇദ്ദേഹം ബോംബെയിൽ ഒരു MBBS ഡോക്ടറായിരുന്നു, ഈ ഡോക്ടർ പാതക്, SR പാതക്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അലോപ്പതിയിൽ നിന്ന് കൺവേർട്ടായ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരവിടെ പഠിക്കാൻ വരുമായിരുന്നു. വേറെ കുറേ പുതിയ ഹോമിയോപ്പതിക്കാരും പഠിക്കാൻ വന്നു. അവരുടെ ഇടയിൽ പുള്ളിയുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇത് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ വിഷമാണോ, നമുക്കിതൊരു ആൽഫബറ്റിക്കൽ ഓർഡറിലാക്കിയാൽ എന്നാണെന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ചോദിക്കുമ്പം അതിൻ്റെ SR പാഠക്കിൻ്റെ ഒരു കൂട്ടുകാരനായ SR കപ്പാഡിയ എന്ന് പറയും, SR കപ്പാഡിയ, SR പാഠക്കിൻ്റെ കൂട്ടുകാരനായ ഒരു SR കപ്പാഡിയ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇദ്ദേഹത്തെ ഇത് കണ്ടുപിടിക്കാൻ സഹായിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മിസ് ഓംനി മർച്ചൻ്റ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടറെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ ഈ കപാഡിയ ഒരു ദിവസം ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പല റെപ്പർട്ടറിയിൽ നിന്ന്, പ്രത്യേകിച്ച് കെൻറ്റ്, പിന്നെ മോണിഗസിൻ്റെ തെറാപ്പറ്റിക് പോക്കറ്റ് ബുക്ക്, ഇതെല്ലാം കൂടെ എടുത്തിട്ട് സാംശീകരിച്ചിട്ട്, കെൻറ്റ്, ബോറിക്ക്, ഇതെല്ലാം കൂടെ സംശീകരിച്ചിട്ട് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ അദ്ദേഹം കൊണ്ടുവന്നു. അതിൻ്റെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം പുള്ളി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷെ പുള്ളി എന്നിനും അതിന് തയ്യാറായില്ല. എങ്കിലും ഈ കപാഡിയുടെ ഈ ഇതുകൊണ്ട് കണ്ടിട്ട് അത് പിറ്റേ ദിവസം 10 വർഷം അങ്ങനെ കിടന്നു. അതിൽ ചില അഡീഷൻസ് ഒക്കെ ചേർത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഹോമി മർച്ചൻ്റ് ഇതെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ട് വേറെ ആളെ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അന്നേരം പുള്ളി വിചാരിച്ചു, അതായത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരുടെയും വളർച്ചയ്ക്കും ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ ഓരോരുത്തർ കാണും. ഇപ്പം ഞാനൊരു ബുക്ക് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ, ഇറക്കിയില്ല, അച്ചടിക്കാൻ കൊടുത്തു കഴിഞ്ഞ് ഒരു ബുക്ക് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വന്നു. കറക്ഷൻ, റീകറക്ഷൻ, പിന്നെ പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്ക്, വീണ്ടും കറക്റ്റ് ചെയ്തുമ്പം വീണ്ടും നമ്മൾ ഒരു വസ്തുത ഇറക്കാൻ നോക്കിയാൽ അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്താൽ ഒരു സെൻറ്റൻസ് തന്നെ നമ്മൾ കറക്റ്റ് ചെയ്താൽ അത് 100 അല്ല 1000 പ്രാവശ്യം വേണമെങ്കിലും കറക്റ്റ് ചെയ്യാം. പോരാന്ന് നമുക്ക് തോന്നും. എന്നാലും ഞാനൊരു മൈ എക്സ്പീരിയൻസ് ഇൻ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. അപ്പം അന്നേരമാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഞാനൊരു 3 വർഷമായിട്ട് ഇത് ശരിയാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഒരു ബുക്ക് ഇതേവരെ കണ്ടില്ല. അതായത് ഒരു ന്യൂ ജനറേഷൻ ഡോക്ടർക്ക് ഇറങ്ങി വരുമ്പം അവർക്ക് ഈ വക രോഗങ്ങളൊക്കെ ഒരിക്കലും കുറയാത്ത ഈ സോക്കോൾഡ് ഇൻക്യൂറബിൾ ഡിസീസ് കുറയുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട്. അവർക്ക് കാണാനുള്ള അവസരങ്ങളില്ല, പക്ഷേ അതും കുറയുമെന്നുള്ളത് കാണിക്കാനുള്ളതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബുക്ക് എഴുതിയത്. അന്നേരം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ എന്തുമാത്രം. അതിൽ ചിലരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അവരുടെ പേര്. അപ്പം അവരുടെയൊക്കെ ഒരു പ്രചോദനമാണ് എന്നെ ഈ ബുക്ക് എഴുതാൻ. അന്നേരം ഈ ഡോക്ടർ കപാഡിയയുടെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈ മിസ് ഹോംനി മർച്ചൻറ്റും അതുപോലെ തന്നെ മിസ്റ്റർ കപാഡി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമാണ്
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തെ സഹായിച്ചതും മോട്ടിവേറ്റ് ചെയ്തതും. എപ്പോഴും നമുക്ക് മോട്ടിവേഷൻ ഒരു പ്രധാനം. നമ്മളെ കൊള്ളാം. അതായത് ഞാൻ ആദ്യമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു ആൻസൈറ്റി, ഒരു വെപ്രാളം, അതൊന്നുമില്ല. കാരണം കുറേ വർഷങ്ങളായി, 3 വർഷമായി നിത്യത്തുള്ള അഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയില്ല. അറിയാവുന്നതെന്ന് പറയുക, അറിയാൻ മേലത്ത് അറിയാൻ മേലെന്ന് പറയുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അതുകൊണ്ട് ഈ ഹോമിനി മർച്ചൻറ്റും അതുപോലെ തന്നെ ഈ കപാലിയ, ഇവർ രണ്ടുപേരാണ് അദ്ദേഹത്തെ ഇതിന് സഹായിച്ചത്. അതുകൊണ്ടാണ് ഇത് പബ്ലിഷ് ചെയ്യാനൊന്നും ഒക്കെ പറ്റിയത്. അദ്ദേഹം ഒരു MBBS ഡോക്ടറായിരുന്നു. അദ്ദേഹം ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചില കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ പറയാം. അതിന് റെപ്പർട്ടറി ഒരു ചാതുര്യമുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ കേസ് ടേക്കിങ് മുതൽ അതിൻ്റെ അകത്ത് ഏതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചുമ്മാ കുറേ രോഗിയോട് പറയുന്നതെല്ലാം അങ്ങോട്ട് എഴുതി വെക്കുന്നതല്ല കേസ് ടേക്കിങ്. അതിൻ്റെ അകത്ത് ചൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗത്തിൻ്റെ അല്ല, രോഗിയുടെ പ്രത്യേക ലക്ഷണങ്ങൾ എടുക്കുകയാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഘടകം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെറും ഇത് റെഫർ ചെയ്യുന്ന മാതിരി, അതായത് നമ്മൾ ഡിക്ഷണറി ABCD പോലെ റെഫർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വേണ്ടിയെടുത്ത് ക്രോസ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഔഷധങ്ങൾ റൂബ്രിക്ക് ചേർത്തിരിക്കുന്ന പല റെപ്പറ്റീഷൻ ചേർത്ത് സ്വന്തം അനുഭവത്തിൽ കൂടി പരീക്ഷണാന്വേഷണങ്ങൾ നടത്തി അതുകൂടെ ചേർത്തിട്ടാണ് അതിൽ പ്രത്യേകിച്ച് ഡോക്ടർ ബോഗർ, ഡോക്ടർ കെൻറ്റ്, ഡോക്ടർ ക്ലാർക്ക് ഡിക്ഷണറി, പിന്നെ ബോണി കസൻ്റെ തെറാപ്പറ്റിക് പൊട്ടിക്ക്, ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് ഇതിൻ്റെ അകത്ത് ചേർക്കുകയും അതിൻ്റെ അകത്ത് വേണ്ടിയതെല്ലാം കറക്റ്റ് ചെയ്യുകയും അതുപോലെ കൂട്ടിച്ചേർക്കുകയും പുള്ളിയുടെ സ്വന്തം അനുഭവത്തിൽ ഉള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതാണ് ഈ പാദക്രപ്പട്ടിയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, പേഴ്സണലായിട്ടും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതില്ലാത്തവർ ഇനി അത് യൂസ് ചെയ്യണം. വളരെ ഈസിയാണ്. പിന്നെ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കെൻറ്റ് റെപ്പാർട്ടറിയിലോ ബോണി ഗസലിലോ അല്ലെങ്കിൽ നേർ റെപ്പാർട്ടറിയിലോ അല്ലെങ്കിൽ സിന്തസിസ് റെപ്പാർട്ടറിയിലോ പോകണം. കൂടുതൽ ഇതിൽ കിട്ടാതെ വന്നാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. അത് വളരെ കൺഫേംഡ് ആണ്. പുള്ളിക്ക് അനുഭവമായ കാര്യങ്ങളാണ്. എനിക്കും അത് അനുഭവമായ കാര്യമാണ്. ഞാൻ എപ്പോഴും അത് ഉപയോഗിക്കാറുണ്ട്. പുള്ളി വേരി ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് മാത്രമാണ്. അല്ലാതെ ചുമ്മാ അങ്ങോട്ട് വലിച്ചു വാരി ഒന്നും എഴുതിയിട്ടില്ല, വേണ്ടതും വേണ്ടാത്തതും ഒന്നും എഴുതിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ പ്ലാൻ എങ്ങനെ. റെപ്പാർട്ടറിയുടെ ഹെഡിങ്സിൻ്റെ മെൻ്റൽ, ജനറൽ, മൊഡാലിറ്റീസ്, ഓർഗൻസ്, അതിൻ്റെ സബ് റൂബ്രിക് എല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. അറേഞ്ച് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഫിസിയോളജിക്കൽ, പതോളജിക്കൽ കണ്ടീഷൻസ്, ആപ്പിറ്റൈറ്റ്, അവേർഷൻ, ഡിസയർ, നോഷ്യ, വോമിറ്റിംഗ്, തേസ്റ്റ്, ഫീവർ, പൾസ് മുതലായവ ഇതിൻ്റെ അകത്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഇതിനും വേണ്ടിയെടുത്ത് വേണ്ടിയ പോലെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടിയ സ്ഥലങ്ങളിലെല്ലാം ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ റൂബ്രിക് കണ്ടുപിടിക്കാൻ വിഷമം ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള റൂബ്രിക് എല്ലാ പ്രധാന ലക്ഷണങ്ങളും അതിൻ്റെ കോൺകോമിറ്റൻറ്റ് ആൻഡ് അതിൻ്റെ മൊഡാലിറ്റീസ് കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും അത് കൊടുത്തിട്ടുണ്ട്, മൊഡാലിറ്റീസും കോൺകോമിറ്റൻറ്റും. പക്ഷേ ഒരാളും ശരിയായിട്ടുള്ള ഔഷധം കണ്ടുപിടിക്കാൻ ടോട്ടാലിറ്റി സിംറ്റം മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്, ഓർഗൻസ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കണ്ടില്ലെങ്കിൽ സബ് റൂബ്രിക്കിൽ അത് കണ്ടില്ലെങ്കിൽ ജനറൽ കണ്ടീഷനിൽ അത് നമുക്ക് തപ്പിയാൽ കിട്ടുന്നതാണ്. എല്ലാ ജനറാലിറ്റികളിലും അഗ്രവേഷൻ, അമിലിയേഷൻ ചേർത്തിരിക്കുന്നു. ഇതിൽ ഏതാണ്ട് ജനറൽ മൊഡാലിറ്റി ആൻഡ് പർട്ടിക്കുലർ മൊഡാലിറ്റി കണ്ടുപിടിക്കാൻ ഇതിൽ വിഷമമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഉദാഹരണം, ബോഗർ അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ സിംറ്റത്തിൽ നിന്നും ജനറൽ റൂബ്രിക്കിന് ഉണ്ടാക്കാൻ പ്രത്യേക കഴിവും ഉണ്ടായിരുന്നു ഡോക്ടർ ബോഗറിന്. ഉദാഹരണം, ഡോക്ടർ കെൻറ്റ് എക്സ്ട്രിമിറ്റീസിൽ
അവേക്ക് അവയർനെസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ കെന്റിന്റെ റെപ്പാർട്ടറി. ഇതിനർത്ഥം രോഗിയുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ താഴെ വീണാൽ താഴെ പോകുന്നു. പക്ഷേ ബോഗർ ഇത് ജനറൽ റൂബ്രിക്കിലാണ് പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം രോഗിയുടെ മാനസികവും ശാരീരികവുമായ സ്വഭാവം അവേക്ക് വേർഡ് എന്നുള്ളതാണ്. മറ്റിടത്ത് കെന്റിൻ്റെ അകത്ത് അവയർനെസ് ഉണ്ടെങ്കിലും അത് കൊടുത്തിരിക്കുന്നത് എസ്റ്റിമിറ്റീസിനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജനറൽ റൂബ്രിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള റൂബ്രിക്കുകൾ ഡോക്ടർ ബോഗറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ബോഗർ തൻ്റെ സ്വന്തം അനുഭവങ്ങളിലുള്ള കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഉദാഹരണം, അൺസ്റ്റഡി സെൻസേഷൻ എന്ന് ഒരിക്കൽ ഒരു രോഗി ഡോക്ടർ ബോഗറെ കാണുവാൻ വന്നിരുന്നു. ആ രോഗി പറഞ്ഞു, അൺസ്റ്റഡി സെൻസേഷൻ എവിടെ നിന്നാലും അതിൽ കുറച്ച് സമയം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അൺസ്റ്റഡി നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചിലർക്കൊക്കെ ശരിക്കും മെറ്റിയാമെഡിക്ക അറിയാവുന്നവർക്ക് മനസ്സിൽ ഇപ്പം വന്ന് കാണും ഏത് മെഡിസിനാണെന്ന്. നിൽക്കാൻ സാധിക്കുന്നില്ല. തലകറക്കം അല്ല, അതായത് ഒരു ഇടി പോലെ തലകറക്കമല്ല, യഥാർത്ഥ തലകറക്കമല്ല. പക്ഷേ അയാൾ നിലത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കാത്ത പോലെ തോന്നി അദ്ദേഹം. പക്ഷേ അൺസ്റ്റഡി ഗേറ്റ് ഔഷധം കണ്ടുപിടിച്ചു. അതായത് അഗാരിക്കസ് ആൻഡ് സൾഫർ. അതായത് ഇതിൻ്റെ അകത്ത് വാദക്കിൻ്റെ റെപ്പാർട്ടറി 168 പേജ് നമ്പർ. ചിലപ്പോൾ എല്ലാം ഹോമിയോ ഡോക്ടർമാർക്കും അറിയാം, മൊഡാലിറ്റി ആൻഡ് കോൺകോമിറ്റൻ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാൻ വസ്തുതാപരമായി അങ്ങനെയുള്ള എല്ലാ മൊഡാലിറ്റീസിനും പല റെപ്പാർട്ടുകളിൽ നിന്ന് സ്വീകരിച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ബോഗർ, ബോണിഗസൻ, ഇത് കെൻറ്റെ, ഇതിനുള്ള എല്ലാം കൂടെ കൂടിച്ചേർത്ത് ക്രോഡീകരിച്ചെഴുതിയ ഒരു റെപ്പാർട്ടിയാണിത്. ഹോൾഡിംഗ് ദി ബ്രീത്ത് അമിഗ്രേഷൻ എന്ന മൊഡാലിറ്റീസ് ബോണിഗസൻ്റെ തെറാപ്പറ്റിക് പോക്കറ്റ് ബുക്കിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ മൊഡാലിറ്റി ഒരിക്കൽ ഒരു ആത്പാദത്തിൻ്റെ അതായത് ത്രോംബോ അഞ്ചൈനോ ഒബിലിറ്ററൻസ് പരിപൂർണമായി കുറക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒറ്റ മൊഡാലിറ്റി വെച്ചുകൊണ്ട് തന്നെ. ഈ റെപ്പാർട്ടറിയിൽ പല സന്ദർഭങ്ങളിലും ഓരോ അവയവങ്ങളുടെയും പല ലക്ഷണങ്ങളും കൃത്യമായി അതിനെ പറ്റിയ ഔഷധം കണ്ടുപിടിച്ച് ചേർത്തിട്ടുണ്ട്. അതിൽ പലയിടത്തും സമയവും മൊഡാലിറ്റിയും കൃത്യമായി ചേർത്തിരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഒരു പ്രത്യേക ലക്ഷണങ്ങൾ അനുസരിച്ച്, അതായത് പർട്ടിക്കുലർ സിംറ്റം, അതായത് കോൺകോമിറ്റൻ്റ് ലക്ഷണങ്ങളും ചേർത്തിരിക്കുന്നു. എന്നും പറഞ്ഞ ഒരു മെക്കാനിക്കലായ ഒരു പദ്ധതിയല്ല റെപ്പർട്ടറൈസേഷൻ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടാലിറ്റി ഓഫ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ടു ടോട്ടാലിറ്റിയാണ് എടുക്കുന്നത്. ഇത് കോൺകോമിറ്റൻ്റ് ലക്ഷണം എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായ ലക്ഷണം എന്നാണ് അർത്ഥം. അത് നമുക്ക് സാധാരണ കിട്ടിയല്ല, രോഗിയുമായിട്ട് കൂടുതൽ സമ്പാദിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് എത്തുള്ളൂ. സാധാരണ രോഗികൾ അവരുടെ ലക്ഷണങ്ങൾ റെപ്പാർട്ടറിയിൽ ഉള്ളതുപോലെ പറയാറില്ല. നമ്മൾ അവരുടെ ഭാഷയിലാണ് പറയുന്നത്. നമുക്കത് റെപ്പാർട്ടറി ഭാഷയിലോട്ട്, അതായത് റൂബ്രിക്കായിട്ട് മാറ്റിയെടുക്കാൻ നല്ല അറിവ് വേണം. ഒന്ന് ഇംഗ്ലീഷിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വല്ല ഡിക്ഷണറിയും വെച്ച് മെഡിക്കൽ ഹിസ്റ്ററിയോ സാധാരണ ഡിക്ഷണറിയോ വെച്ചിട്ട് പഠിക്കണം. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ റൂബ്രിക്ക് ഇരുന്ന് പഠിക്കണം. ചുമ്മാ മെറ്റിയാമെഡിക്ക മാത്രം വായിച്ചാൽ പോരാ, റെപ്പാർട്ടറിയുടെ റൂബ്രിക്ക് 1 by 1 ആയിട്ട് പഠിക്കുകയും അതിൻ്റെ മീനിങ് നോക്കി കണ്ടുപിടിച്ച് വെക്കുകയും അറിയാൻ മേലാത്തത് അതിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതറിയാവുന്ന ലാംഗ്വേജിലും എഴുതി വെക്കുക. അതായത് ഡോക്ടർ ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ പറയണമെന്നില്ല. ഒരു രോഗിയോടുള്ള സംവാദത്തിൽ നിന്നും കോൺകോമിറ്റൻ്റും മൊഡാലിറ്റികളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. റെപ്പാർട്ടറിയിലുള്ള റൂബ്രിക്കാക്കി എടുക്കണമെങ്കിൽ അയാളുടെ രോഗിയുടെ ശരിക്കും മനസ്സിലാക്കുകയും അനാലിസിസ് എവാലുവേഷൻ നടത്തി ഒരു റൂബ്രിക് ആക്കി എടുക്കുന്നതും അത്ര നിസ്സാരമല്ല. എല്ലാ മൊഡാലിറ്റീസും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതുമല്ല. ഏതെങ്കിലും ഒരു രോഗി പ്രത്യേക രീതിയിൽ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ആശ്വാസം കിട്ടിയാൽ ആ ലക്ഷണത്തിൻ്റെ ആദ്യം പ്രാധാന്യം കൊടുക്കണം. ഈ ആദ്യ പ്രധാന ലക്ഷണം വേറൊരു റെപ്പാർട്ടറിയിലും കൊടുത്തിട്ടില്ല.
ഈ റെപ്പാർട്ടറിയിൽ മാത്രം അവകാശപ്പെടാവുന്നതാണ് ഇത്. ഉദാഹരണം, ഇത് ഏത് വശമായിട്ടാണ് കിടക്കുന്നത്, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഡോക്ടർ ബോഹർ അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവ് വെച്ച് ഒരു പ്രത്യേകം തലക്കെട്ടിൽ ഇതിങ്ങനെ ആറ്റിറ്റ്യൂഡ് ബിസറി എന്നാണ് ഇത് സാധാരണയുള്ള അർത്ഥമാണ്. രോഗിയുടെ ശാരീരികവും മാനസികവുമായ നിലയാണ് ബിസറി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അനിതര സാധാരണ ലക്ഷണമാണ്. അതായത് ആറ്റിറ്റ്യൂഡ് ബിസറി എന്ന് ഈ ബോഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതൊരു അനിതര സാധാരണമായ ലക്ഷണമാണ്. അതായത് രോഗിയുടെ സാധാരണ അർത്ഥമല്ല, ഒരു പ്രത്യേക തലക്കെട്ടിലാണ് ഡോക്ടർ ബോഗർ കൊടുത്തിരിക്കുന്നത്. പിന്നെയും നോക്കിയാൽ പല രോഗാവസ്ഥകളിലും പല മൊഡാലിറ്റീസും ഈ ലക്ഷണങ്ങൾക്ക് ഒരു ബന്ധവും ലക്ഷണങ്ങളായി കണക്കാക്കാവുന്ന, അസാധാരണ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ചിലപ്പോൾ സാധാരണ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളിൽ കാണാറുള്ള കാലിൻ്റെ മരപ്പ് നമുക്ക് സാധാരണയുള്ളതാണ്. അതായത് സെൻസേഷൻ ഇല്ല. പലർക്കും നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കൈയോ കാലോ എവിടെയെങ്കിലും മുട്ടിയാൽ പോലും കാല് മുറിഞ്ഞാലേ അറിയത്തുള്ളൂ, രക്തം വരുമ്പോഴേ അറിയാത്തുള്ളൂ. പെരിഫറൽ ന്യൂറൈറ്റിസ്, ആ രോഗിക്ക് രണ്ട് കാലുമുട്ടിനും താഴെ വേദനകൾ വെച്ച്, അത് നമ്മൾ ഈ ക്രാംസ് പോലെ വരും ഡയബറ്റിക് പേഷ്യൻ്റ്. ചിലർക്ക് മരപ്പുകളാണ് വരുന്നത്. പക്ഷേ ആ രോഗിക്ക് ലക്ഷണങ്ങൾ അഗ്രവേഷൻ ബൈ മൂവ്മെൻറ്റ്, അത് മാത്രമല്ല അഗ്രവേഷൻ ബൈ മൂവ്മെൻറ്റ് ആൻഡ് ഹാർഡ് പ്രഷർ. പക്ഷേ ഈ രോഗിയെ ഈ വേദന കുറവ്, അതായത് ബെറ്റർ കണ്ടത് ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏമ്പക്കം പോകുമ്പോഴും വിശ്വാസം പോകുമ്പോഴും ബെറ്ററായി. ഈ ലക്ഷണങ്ങൾ വേറൊരു റെപ്പാർട്ടറിയിലും കാണാൻ സാധിക്കില്ല. പക്ഷേ ഡോക്ടർ ബോഗർ മാത്രം ഫ്ലാറ്റുലൻസ് എന്ന ചാപ്റ്ററിൽ ഫ്ലാറ്റസ് പാസിംഗ് അപ്വേഴ്സ് ആൻഡ് ഡൗൺവേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ഈ റെപ്പാർട്ടറി, ഇത് ഒരു ജനറൽ റൂബ്രിക്ക് ഒരു പർട്ടിക്കുലർ റൂബ്രിക്കുമായി റെപ്പാർട്ടറിയിൽ കാണിച്ചിട്ടുണ്ട്. ഈ അവേർഷൻ ആൻഡ് ഡിസയർ, മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, പോസഷൻ, അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഈ റെപ്പാർട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോസഷൻ എന്ന് പറയുന്നത് റൂബ്രിക് അഗ്രവേഷൻ എന്ന ഇടത്തും ജനറൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സിംറ്റം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്നത് മെൻ്റൽ കണ്ടീഷൻ എന്നുള്ളിടത്തും ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒരു വശത്തേക്ക് മുകളിലേക്കോ താഴേക്കോ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. നമ്മൾ അതിനൊക്കെ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കണം. മുകളിലോട്ട് നമ്മുടേതല്ലാത്തതിനൊക്കെ വെറും പെയിൻ എന്നേ ഉള്ളൂ. നമ്മുടെ തേക്കിംഗ് പെയിനുണ്ട്, ക്രാമ്പിങ് പെയിനുണ്ട്, ബേണിംഗ് പെയിനുണ്ട്, പലതരത്തിലുള്ള വേദനകളുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അത് അവകാശപ്പെടാൻ പറ്റിയില്ല. അതുപോലെ ലെഫ്റ്റ് സൈഡുണ്ട്, റൈറ്റ് സൈഡുണ്ട്. പെയിൻ ഈസ് ഗോയിങ് അപ്വേർഡ്സ്, പെയിൻ ഈസ് ഗോയിങ് ഡൗൺവേർഡ്സ്, റേഡിയേറ്റിംഗ് സംവെയർ, ഇതൊക്കെ എക്സ്റ്റെൻഡിങ് സംവെയർ, ഇതൊക്കെ നമ്മുടെ എത്തി മാത്രമേ ഉള്ളൂ, വേറെ ഇടത്തും ഇല്ല. ഈ ലക്ഷണങ്ങളെല്ലാം ഡയറക്ഷനും ഏത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നു, ഇതെല്ലാം പ്രത്യേകം അറിഞ്ഞാൽ മാത്രമേ ഒരു ശരിയായ ഔഷധം കണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എല്ലാം മാറ്റം പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷണം എവിടെ തപ്പിക്കിട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ഓരോ ലക്ഷണങ്ങളും വരുമ്പം നമുക്ക് ചോദിക്കേണ്ട മൂന്നാണ്: വാട്ട്, വെയർ ആൻഡ് ഹൗ. എങ്ങനെ, എന്ത്, എവിടെ എന്നുള്ളത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഒരു കലയും ശാസ്ത്രവും കൂടിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ പുസ്തകത്തിൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞു. അത് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പെട്ടെന്നൊരു റെഡിമെയ്ഡ് റെക്കണറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് പ്രത്യേകത ഇതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറാണ്, വളരെ കൺസൈസ്ഡാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇനി ഏതാനും 10 മിനിറ്റുകളിലൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോ ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാൻ, എന്നെക്കാട്ടി കൂടുതൽ അറിവുള്ള പലരും ഇവിടെ കാണുമെന്ന് എനിക്കറിയാം. അവരൊക്കെ ചെറുപ്പം മുമ്പിൽ വന്നെന്നിരിക്കുകയില്ല. വരാൻ താല്പര്യമുള്ളവർ, അറിവുള്ളവർ വേറുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. എന്നെക്കാട്ടി കൂടുതൽ റെപ്പാർട്ടറൈസേഷനൊക്കെ അറിയാവുന്നവർ ഇവിടെ കാണും. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നന്ദി സാറേ. ഇതിൽ ആർക്കെങ്കിലും ഇനിയുള്ള 9 മിനിറ്റാണ്
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. എൻ്റെ അറിവിൽ പരിധിപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം പറയാം. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ലതാ മനോഹരൻ ഡോക്ടറെ, നമ്മുടെ പഴയ ആ രോഗിക്ക് വല്ല വ്യത്യാസമുണ്ടോ? അതായത് കട്ടെടുക്കുന്നത്. ആ അത് കൊടുത്തിട്ടുണ്ട്, ഒന്നും അറിയാനായിട്ടില്ല, അവര് വന്നിട്ടില്ല. ആട്ടെ, വരുമ്പോ എന്നെ ഒന്ന് അറിയിക്കണേ, വിളിച്ച്. എനിക്ക് ഡോക്ടറുടെ നമ്പർ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയാം സാറേ. ഓക്കെ ഓക്കെ. ചോദിച്ചോ, ചോദ്യം ചോദിച്ചു. നന്ദി. അപ്പം ചോദിക്കാനുള്ളത്, ഡോക്ടർ ഇപ്പം പല വിധത്തിലുള്ള റെപ്പർട്ടറി നോക്കി പഠിച്ച് അതിനിപ്പോ കേസ് ടേക്കിങ്ങിനെ പറ്റിയുള്ള ഒരു നല്ല തറവായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ഏത് പേഷ്യന്റ് വന്നാലും ഇതിപ്പോ പറഞ്ഞ പോലെ ഏതൊക്കെ പ്രധാനം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊന്നും പോലും എനിക്ക് അത്രയും അറിയത്തില്ല. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നാന്ന് വെച്ചാൽ, ഒരു കേസ് ടേക്കിങ്ങിന്റെ ഒരു മോഡല്, ഒരു ചെറിയ ഇപ്പൊ പറഞ്ഞ പോയിന്റുകളെല്ലാം വെച്ചിട്ട് ഒരു മോഡൽ ഒന്ന് സാറൊന്ന് ഇത് തരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കോപ്പി എടുത്തിട്ട് ആ കേസ് ഇത് ആക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളുടെ ചങ്ങനാശ്ശേരി യൂണിറ്റി വന്ന് തന്നെ അത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, 20 വർഷം മുമ്പ്. ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചങ്ങനാശ്ശേരി യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, എറണാകുളം യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ കോട്ടയത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 4 പേജ്, അത് ഡോക്ടർ ആർ പി പട്ടേലിൻ്റെ, പിന്നെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ ബുക്സ് എല്ലാം റെഫർ ചെയ്തിട്ട്, അത് ചെറിയ അക്ഷരമാണ്, 4 പേജിൻ്റെ അകത്ത് ഒതുക്കി. അതായത് ഫസ്റ്റ് അതിൻ്റെ കേസ് ടേക്കിംഗ് പെർഫോമ, അതിൻ്റെ അകത്ത് പ്രസൻറ്റ് കംപ്ലൈൻറ്റ്, പിന്നെ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് കംപ്ലൈൻറ്റ്, പാസ്റ്റ് ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, പിന്നെ അതിൻ്റെ മെൻ്റൽ സിംറ്റംസ്, അനാലിസിസ്, എല്ലാം ടിക്ക് ചെയ്താൽ മാത്രം. പക്ഷേ അതുണ്ടോയെന്ന് എനിക്കറിയാൻ മേല. കുറച്ച് ഞാൻ അടുപ്പിച്ച് വെച്ചിരുന്നു, വേറെ പിന്നത്തെ ഉപയോഗത്തിന്. പക്ഷെ 18-ൽ ഞാൻ തിരുവല്ലായിൽ വെച്ചിരുന്ന് അവിടെ വെള്ളം കയറി, അത് കുറച്ചങ്ങ് ഒഴുകിപ്പോയി. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ എന്നോട് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ശരി, താങ്ക് യു സാർ. തീർച്ചയായിട്ടും അത് ടിക്ക് ചെയ്താൽ മതി, എളുപ്പമുണ്ട്. അരമണിക്കൂർ. മറ്റേ നമ്മളൊരു രോഗികളെ എല്ലാ ഓരോ ഇങ്ങനെ എഴുതിയൊക്കെ വരികയാണെങ്കിൽ ശരിക്കുള്ള കേസ് ടേക്കിങ് 1 മണിക്കൂർ, 1.5, ചിലപ്പോൾ അത് ഓരോരുത്തരുടെ രോഗത്തിന്റെ ഘോരം അനുസരിച്ചിട്ടിരിക്കും. ചിലർക്ക് വേഗമാകും, ചിലർക്ക് എന്തെങ്കിലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും വേണം മിനിമം. മാക്സിമം എത്രയാകാം, മിനിമം ഒരു 3/4 മണിക്കൂറെങ്കിലും ഇല്ലാതെ നമുക്കൊരാണ്. അത് കഴിഞ്ഞ് അത് അനലൈസ് ചെയ്ത് എവാലുവേറ്റ് ചെയ്ത് റെപ്പർട്ടൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്. കുറേ കാലങ്ങൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പം നിത്യത്തോടുള്ള അഭ്യാസം എന്ന് പറഞ്ഞാൽ മാതിരി നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാം. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ ഉണ്ട്, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ചിലരൊക്കെ ഉണ്ട്, അവർ മിനിറ്റിനകം ഇത് ചെയ്ത് കിടക്കും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറും അവർ എല്ലാം റെപ്പർട്ടൈസ് ചെയ്ത് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിയും. അത്ര വേഗം. ആദ്യമൊക്കെ നമുക്കൊരു 3, 4, 5 അല്ലെ 8, 10 കേസിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഒരു 15, 20, 30 അങ്ങനെ കൂടി വരും. നമുക്ക് പ്രധാനപ്പെട്ട സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രോഗി നടന്നു വരുമ്പോഴേ നമുക്കറിയാം ഇതാണെന്ന്. പിന്നെ നമ്മൾ കാശ് മേടിക്കുന്നതല്ലേ, അന്നേരം അവരുടെ മരുന്ന് അന്നേരം തന്നെ കൊടുത്തു വിട്ടാൽ കേസ് ശരിക്കും എടുത്ത് പിന്നെ ചിലപ്പോൾ അതിൽ എന്തേലും വേരിയേഷൻസ് വേണം. കമ്പാരിറ്റീവ് സെപ്റ്റിയാണോ, നേട്രമൂറാണോ, പൾസാറ്റിലാണോ എന്ന് നമുക്ക് സംശയം വരും. അങ്ങനെ വരുമ്പം കൺഫർമേറ്ററി സിംറ്റം വെച്ചിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 3-4 റെമഡി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അത് വെച്ചിട്ട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് ഇൻഡിവിജ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മെഡിസിൻ കിട്ടും. അത് കുറേ കാലങ്ങൾ കൊണ്ടാകുമ്പോൾ നമുക്ക് വേഗമാണ്. നമുക്ക് മരുന്നാണെങ്കിൽ പോലൂടെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഒരുമാതിരി സാമാന്യം പ്രാക്ടീസുള്ള ഡോക്ടർമാർക്കൊക്കെ ഒരു 20-25 പേഷ്യൻസിനെ രാവിലെയും ഒരു 10-25 പേഷ്യൻസിനെ വൈകിട്ട് പോലും നോക്കാൻ പറ്റും. അത്ര, കാരണം ഇപ്പം കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ടാണ്. 2 അടി അടിച്ചാൽ മതി, വേണ്ടിയ മരുന്നെല്ലാം അവിടെ നേരിട്ട് വരും. പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് റഡാറാണ് പലരുടെയും ഇരിക്കുന്നത്, എൻ്റെയിലും ഉണ്ട്. പക്ഷെ ഞാൻ അധികം
എനിക്ക് കേസ് കൂടി ഇല്ല. അധികം ഇത് ചെയ്യാറുണ്ട്, പക്ഷെ വളരെ കുറച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അന്നേരം ഇത് ശരി. അതാണ് ഇങ്ങനെ അനലൈസ് ചെയ്ത് എവാലുവേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പം നിത്യമായി കഴിയുമ്പോൾ പിന്നെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. ചുമ്മാ ഇരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ കൈ മെറ്റാമെഡിക്കായും അതുപോലെ ഇത് മൂന്നും പ്രധാനമാണ്. മെറ്റാമെഡിക്ക, റെപ്പാർട്ടറിയുടെ നോളജ്, അതുപോലെ തന്നെ ഓർഗണോണ്. ഇത് മൂന്നും ഒരു അസരയുടെ 3 കാല് പോലെ വളരെ പ്രധാനമാണ്. ഇത് സൈഡ് ബൈ സൈഡ് പഠിക്കണം. അന്നേരം ഓരോ ദിവസം വരുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൂടി വരും. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ ഞാൻ പേര് പറയുന്നില്ല, ചില ഡോക്ടർമാരെ വെയിറ്റ് ചെയ്യും. അവരെവിടെ പോയാലും അവർ വരാതെ അവർ മരുന്ന് മേടിക്കുകയില്ല. ജൂനിയർ ഡോക്ടർമാരുണ്ടെങ്കിലും കൊള്ളാം, അടുത്ത് എത്ര ക്ലിനിക്ക് ഉണ്ടെങ്കിലും ആ ഡോക്ടർമാരുടെ വെയിറ്റ് ചെയ്യും റിസൾട്ട് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒന്നേ വരത്തുള്ളൂ. വലിയ ബോർഡും എഴുതി വെച്ചിട്ട് കേസ് ടേക്കിംഗ് പോലും അറിയാൻ മേലെങ്കിൽ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടായില്ല, രോഗിയെ ട്രീറ്റ് ചെയ്യണം. ഒരു രോഗി പല രോഗങ്ങളുള്ളതാണ്. ആ രോഗിയെ ട്രീറ്റ് ചെയ്താൽ കുറഞ്ഞാൽ അവൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാരാസെറ്റമോൾ പോലും ഒരുത്തിൻ്റെ അടുത്തുനിന്ന് പോയി മേടിക്കുക, നമ്മുടെ അടുത്ത് തന്നെ വരും. ഇപ്പം പലർക്കും അനുഭവം ഇതിൻ്റെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർക്കൊക്കെ തന്നെ അറിയാം. അതുപോലെ ഡിസ്കസ് ചെയ്യണം, കേസുകൾ ഡിസ്കസ് ചെയ്യണം. നമുക്കൊരു കേസ് കുറഞ്ഞില്ല എങ്കിൽ നമ്മളെക്കാട്ടി കൂടുതൽ അറിയാവുന്ന ഒരു ഡോക്ടറോട് ചോദിക്കുകയും നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത് എന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു തരും. പടത്തെക്കൂട്ട് ക്ലോസ്ഡ് അല്ല, എല്ലാവരും ഓപ്പണാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, പേരൊന്നും പറയുന്നില്ല. അവരോട് ചോദിച്ചാൽ നമ്മൾ പറയേ, ഓ അത് ഇന്നതാണെന്ന് മരുന്ന് മാത്രം പറയാം, അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞു തരില്ല. ഇപ്പം എല്ലാം തുറന്ന് ടെക്നിക്ക് പറഞ്ഞു തരും. ആരാണ്ട് ഒരു എന്താ വെച്ചിട്ട് ഡോക്ടർ മറിയാമ്മ ജോൺ കണ്ടോ ഏതാണ്ട് ഞാനിത് പറഞ്ഞു കണ്ടത് സാർ. അത് പിന്നെ ഒരു സിംറ്റം പറഞ്ഞിരിക്കുകയാണ്, ഡ്രൈ കഫ്, എക്സ്പ്ലോസീവ് സൗണ്ട് വിത്ത് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ. മെഡിസിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്, കഫാണോ? ഡ്രൈ കഫ്, എക്സ്പ്ലോസീവ് സൗണ്ട് വിത്ത് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാനും ഈ പറഞ്ഞ കൂട്ട് എനിക്ക് കാണാപ്പാടൊന്നും അറിയാൻ പറ്റില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. കഫ്, പിന്നെ ഒന്നുകൂടെ പറഞ്ഞ കഫ്, ഡ്രൈ കഫ്, എക്സ്പ്ലോസീവ് സൗണ്ട്. എക്സ്പ്ലോസീവ് സൗണ്ട് വിത്ത് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ. ഓക്കെ, അതാ നോക്കുന്നത്. ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് കിട്ടിയില്ല, ഈ കൺസൈസ് റെപ്പാർട്ടറിക്കകത്ത് പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ഏത് റെപ്പാർട്ടറിയിലാണെന്നോ എവിടാണെന്നോ നോക്കിയതിന് ശേഷം പറയാം. അല്ലെ ഡോക്ടർ മറിയാമ്മ ജോൺ ഒന്ന് ഓർപ്പിച്ചാൽ മതി, എന്നെ ഒന്ന് വിളിച്ചൊന്ന് ഓർപ്പിക്കണം. ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ലിസി ഡോക്ടറെ എന്നെ ഒന്ന് വിളിക്കേ, ഇത് തന്നെ ഒന്നും ഇതാക്കിയിട്ട് എൻ്റെ മൊബൈൽ നമ്പർ 9446859431 ആണ്. അതിൽ ഡോക്ടർ ഈ സിംറ്റംസ് ഒന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന് മറുപടി തരാം പഠിച്ചതിന് ശേഷം. ഇപ്പം എനിക്ക് ഓൾറെഡി അറിയാം, ഞാനൊരു അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല. ഇങ്ങനെ ഇതെല്ലാം കാണപ്പെടാൻ ഒരു ജന്മം പോരാ, ഈവൻ രണ്ടോ മൂന്നോ ജന്മം പോരാ ഹോമിയോപ്പതിയിൽ ഇതെല്ലാം ഓർത്തിരിക്കാൻ. എന്നെക്കൂട്ടുള്ള ഒരു ചെറിയ മനുഷ്യൻ്റെ ഈ ചെറിയ തല പോരെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രായത്തിൽ. സാറിന് ഈ പ്രായത്തിലുള്ളത് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും ഒട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. സാറിന് ഇത്രയും പ്രായമായി ഇപ്പോഴും സാറിന്റെ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നവരോട് 71 എന്നുള്ളത് തിരിച്ചിട്ട് 17 എന്നേ പറയാറുള്ളൂ. 17 വയസ്സേ ഉള്ളൂ, എനിക്കെന്നും 17 വയസ്സാണ്. സാറിന്റെ നമ്പർ ഒന്നുകൂടെ ചോദിച്ചിരിക്കുന്നു സാറേ. 9446859431. അത് ചോദിക്കേ. എനിക്ക് ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കാൻ എനിക്ക് എക്സ്പെർട്ടായിട്ടുള്ള കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, പേര് പറയുന്നില്ല, ആൾ ഇതില്ലാത്തിരിപ്പുണ്ട്. അതെ, വേണുഗോപാലൻ ഡോക്ടറെ അത് ക്യാപ്സിക്കം ആണെന്ന് എഴുതിയിട്ടുണ്ട്. ക്യാപ്സിക്കം ആയിരിക്കും, ഞാൻ നോക്കിയിട്ട് പറയാം. വേണുഗോപാൽ ഡോക്ടർ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ, വെരി മച്ച്. റെപ്പർട്ടറൈസ് ആണോ അതോ നോളജ് ഓഫ് പെറ്റിയാമെഡിക് ആണോ ഡോക്ടറെ? വേണുഗോപാൽ ഡോക്ടർ കണ്ടുപിടിച്ചോ അതോ മെറ്റിയാമെഡിക് ഡയറക്റ്റ് ഉള്ള നോളജ് ആണോ? അഡ്മിറ്റ് ചെയ്യാം സാറേ.
എങ്ങനെയാ കണ്ടുപിടിച്ചെന്നുള്ള ആ ടെക്നിക്ക് എനിക്ക് കൂടെ പഠിക്കാനാ വേഗം. റെപ്പർട്ടൈസേഷൻ ആണ് എളുപ്പമുള്ള അതാണ്, അല്ലാതെ നോളജ് ഓഫ് മെറ്റീരിയൽ എന്നും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ ഏത് മെത്തേഡിലാണ് അത് കണ്ടുപിടിച്ചെന്നുള്ള അറിയാൻ. വേണുഗോപാൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാവേ. സാറേ ആ കേട്ടോ? ആ കേക്കാം. എങ്ങനെയാ അതിപ്പോ മെറ്റീരിയൽ പിടിക്കാന്നുള്ള നോളജ് ആണോ അതോ റെപ്പർട്ടൈസ് ചെയ്ത് കണ്ടുപിടിച്ചാണോ? അതിപ്പോ നമ്മള് ആക്ച്വലി നമ്മള് റെപ്പർട്ടൈസ് ചെയ്ത് ഇപ്പൊ കണ്ടുപിടിച്ചല്ല, ഇങ്ങനെ പേഷ്യൻസിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു ഇത് കേട്ടപ്പോ. ഓ വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത്രേ ഉള്ളൂ സാർ. ഓക്കെ ഓക്കെ, വെരി മച്ച്, വെരി വേണുഗോപാൽ ഗുഡ്. ഡോക്ടർ ഞാൻ വെരിഫൈ ചെയ്യുന്നു. ഒന്നുകൂടെ ഞാൻ റെപ്പർട്ടറി സാർ വെരിഫൈ ചെയ്യണം, വെച്ച് തീർച്ചയായിട്ടും. ഈ എക്സ്പ്ലോസീവ് സൗണ്ട് തന്നെ ക്യാപ്സിക്കാം, അപ്പൊ അതുകൊണ്ട് ഡിസ്റ്റന്റ് പാർട്ടിൽ പെയിനും ഉണ്ടാകും. അത് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, ഗുഡ് പ്രിസ്ക്രൈബർ. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു. വേണുഗോപാൽ ഡോക്ടർ സാറിന് നന്ദി പറയണേ, നമ്മുടെ സമയം കഴിഞ്ഞത് കൊണ്ട്. സാർ, സാറിന്റെ ഈ ബുക്കിന്റെ റിവ്യൂ എന്ന് പറയുന്നത് വളരെ 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 എന്താ പറയാ, ഹൈ ക്വാളിറ്റിയാണ്. കാരണം ഒരു ബുക്കിനെ ഇങ്ങനെ പഠിച്ച്, അതും എല്ലാവർക്കും അത്ര ഫെമിലിയർ ഇല്ലാത്ത ബുക്ക്, അപ്പൊ അതിനെ ഇത്ര ഫെമിലിയർ ആയിട്ട് സാർ അത് വായിച്ച് അതിന്റെ ഓരോ ഭാഗത്തിന്റെയും ഈ പ്രാധാന്യവും അതിന്റെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതി വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് സാധാരണ ഇപ്പം ഒരുപാട് പേര് റെപ്പർട്ടറി ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാത്തവർക്ക് നല്ല സഹായം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ബുക്കിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ. ഓരോ റെപ്പർട്ടറിയെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് നമ്മൾ തിവാരി സാറിന്റെ ഒക്കെ ബുക്കിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആ ബുക്ക് ഉള്ളവർക്ക് മനസ്സിലാവും. ഇതൊരു പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ ലാംഗ്വേജ്, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സാറ് പറഞ്ഞ പോലെ ലാംഗ്വേജ് മലയാളത്തിലേക്ക് ശരിക്കുള്ള ആ പെയിൻ തന്നെ 10-28 സൈസ് പെയിന് ഉണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് കറക്റ്റ് പലപ്പോഴും പറയാൻ പറ്റത്തില്ല, പേഷ്യൻറ്റും പറയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞാല് കുത്തിയുളച്ചില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിലർ പറയും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും, അതിനെങ്ങനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറെ ഇതുമായിട്ടും ലോക്കൽ ലാംഗ്വേജുമായിട്ടും അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഴയ പല കാര്യങ്ങളും പഴയ ബുക്കിലൊക്കെ ഉള്ള പഴയ പുതിയ ഡിക്ഷണറിയിൽ അങ്ങനെയുള്ള ചില വേർഡ്സ് പോലും കാണും. അപ്പോൾ പഴയ ഡിക്ഷണറികളും പണ്ടത്തെ ഡിക്ഷണറികളൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത് ശരിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യം വളരെ സഹായമായിരിക്കും. സാറിന് നന്ദി. എത്ര പറഞ്ഞാലും സാറ് ഈ സമയത്ത് അതൊക്കെ എടുത്ത് വളരെ ഈസിയായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ നന്ദിയുണ്ട്. എല്ലാവരുടെ പേരിലും ഞാൻ പേഴ്സണലായിട്ടും സാറിന് നന്ദി പറയും. നൈറ്റ്. നന്ദി വേണുഗോപാൽ ഡോക്ടർ. ഗുഡ് നൈറ്റ്. അതുപോലെ ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? ധനേഷ് ഡോക്ടർ, നമുക്ക് സമയമായി. നാളെ നമുക്ക് ക്യാൻസർ ദിനത്തിന്റെ പ്രത്യേക പരിപാടിയാണ് ഉള്ളത്. എല്ലാവരും അതിലും പങ്കെടുക്കണം. പിന്നെ ഏതായാലും പദപ്രപക്രിയയെ കുറിച്ചുള്ളൊരു പഠനം എന്ന ക്ലാസ്സിന് പ്രധാനപ്പെട്ട പല റെപ്പർട്ടറികളുടെയും ഉത്ഭവവും ആരാണ് അത് കണ്ടുപിടിച്ചതെന്നും എല്ലാം വിശദമായി നമുക്ക് ക്ലാസ് എടുത്തു തന്ന ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ 1617 സൂം വെബിനാർ ഇവിടെ ഭംഗിയായി ഇന്ന് നടത്തപ്പെട്ടു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. സാർ അടുത്ത വിഷയമായി വീണ്ടും ക്ലാസ്സിൽ വരണം.